വിവിധ ബോണസ് പോയിന്റ് ചെക്ക് ബോക്സുകളിൽ ടിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് ഫൈനൽ കൺഫർമേഷൻ നടത്തിയതിന് ശേഷം എന്തെങ്കിലും എഡിറ്റിംഗ് പറ്റുമോ എന്നുള്ളതാണ്. ഇനി സ്കൂൾ മാറ്റം സാധ്യമോ അല്ലെങ്കിൽ പുതിയ ഓപ്ഷനുകൾ ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന്. വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. +1 ട്രയൽ അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഡൗട്ടുകളുണ്ട്. അപ്പൊ സ്ഥിരം ചോദിക്കുന്ന ചില സംശയങ്ങൾ മറുപടി കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തു, എന്നാൽ അപേക്ഷാ നമ്പർ എഴുതിയെടുത്തില്ല. ആപ്ലിക്കേഷൻ നമ്പർ വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. എങ്ങനെ ഇത് തിരിച്ചെടുക്കാം? ഗെറ്റ് യൂസർ നെയിം ആൻഡ് ആപ്ലിക്കേഷൻ നമ്പർ എന്ന ലിങ്കിലൂടെ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ നൽകി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾക്ക് തിരിച്ചെടുക്കാം. ഈ ഒരു ലിങ്ക് HS ക്യാപ്പിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ അവർ ചോദിക്കുന്ന ഡീറ്റെയിൽസ് കൊടുത്താൽ നിങ്ങൾക്ക് ഇത് തിരിച്ചു കിട്ടും. ഒരുപാട് പേര് ഇനി സ്കൂളുകൾ അപ്ലൈ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ഒരുപാട് ചോദിക്കുന്നുണ്ട് അല്ലെ. അതായത് പുതിയ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പുതിയ സ്കൂളുകൾ ആഡ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ സ്കൂൾ മാറ്റം സാധ്യമാണോ എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ മക്കൾക്ക് പറയൂ. ട്രയൽ അലോട്ട്മെന്റ് നാളെ 10-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് എഡിറ്റിങ്ങിനുള്ള സാധ്യതയുള്ളത്. അതുവരെ മാത്രമേ എഡിറ്റ് ചെയ്യാൻ പറ്റൂ. അതിനുള്ളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാം, പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യാം അല്ലെ. അപ്പോ ഈ ഒരു അവസരം നിങ്ങൾ യൂസ് ചെയ്യാം. പല സ്കൂളിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്താൽ പറ്റുമോ എന്നുള്ള ഡൗട്ട് പലർക്കും ഉണ്ട്. പറ്റും, സ്കൂൾ റീഅറേഞ്ച് ചെയ്യാനും പറ്റും, അതുപോലെ പുതിയ സ്കൂളുകൾ ആഡ് ചെയ്യാനും പറ്റും. അടുത്ത ചോദ്യാർത്ഥി, വിവിധ ബോണസ് പോയിന്റ് ചെക്ക് ബോക്സുകളിൽ ടിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അത് ഓൾറെഡി ഏതെങ്കിലും ഐറ്റത്തിന് ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ബോണസ് പോയിന്റിൽ അത് ടിക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഗ്രേസ് മാർക്ക് അവാർഡഡ് ആണ് എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുക്കുമ്പോഴേ അവർക്ക് മനസ്സിലാവും നിങ്ങൾക്ക് അതിലെ ഗ്രേസ് മാർക്ക് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ ഓൾറെഡി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ബോണസ് പോയിന്റിന് വേണ്ടി ടിക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ കോൾ അവൈലബിൾ ആവാത്തത്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ അവസാന യോഗ്യതാ പരീക്ഷ സർട്ടിഫിക്കറ്റ് നമ്പറും തീയതി എന്ത് നൽകും? SSLC സർട്ടിഫിക്കറ്റിന്റെ നമ്പർ ആണ്. ആ നമ്പർ തീയതി ഇല്ലാത്ത ആളുകള് സർട്ടിഫിക്കറ്റിലെ റോൾ നമ്പർ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പറും റിസൾട്ട് പ്രസിദ്ധീകരിച്ച തീയതിയുമാണ് നൽകേണ്ടത്. റെഡി? പെട്ടെന്ന് അടുത്ത ചോദ്യം. SSLC പഠിച്ച സ്കൂൾ തെരഞ്ഞെടുക്കുമ്പോൾ സ്കൂൾ ലിസ്റ്റിൽ അപേക്ഷകർ പഠിച്ച സ്കൂൾ കാണുന്നില്ല എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ആ സ്കൂളിൽ +2 ഇല്ലായിരിക്കും. അപ്പൊ നിങ്ങൾ ഉറപ്പുവരുത്തുക അത് ഹയർ സെക്കൻഡറി ആണോ എന്ന് ഉറപ്പുവരുത്തുക. എന്നാൽ മാത്രമേ ലിസ്റ്റിൽ ആ സ്കൂൾ ഉണ്ടായിരിക്കും. മക്കൾക്ക് SSLC പഠിച്ച സ്കൂളിൽ തന്നെ തുടർന്നും പഠിക്കണമെന്നുണ്ടാവും, പക്ഷെ ആ സ്കൂളിൽ ഹയർ സെക്കൻഡറി ഉണ്ടാവത്തില്ല അല്ലേ? അതാ കൺഫ്യൂഷൻ. അടുത്തത്, ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അതിന്റെ പ്രിന്റ് ഔട്ട് സ്കൂളിൽ നൽകേണ്ടതുണ്ടോ? നൽകേണ്ടതില്ല. ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച് ഫൈനൽ കൺഫർമേഷൻ നടത്തിയതിന് ശേഷം അപേക്ഷയിൽ എഡിറ്റിംഗ് പറ്റുമോ, സാധ്യമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ സാധ്യമാണ്. ട്രയൽ അലോട്ട്മെന്റിന് ശേഷം പോസിബിൾ ആണ്. പക്ഷെ നാളെ 10-ാം തീയതി 5 മണി വരെയാണ് എഡിറ്റിംഗ് സാധ്യമായിട്ടുള്ളത്. ഈ സമയം എന്ത് കളികൾ നിങ്ങൾ കളിക്കാനുള്ള അവസരം നാളെ 5 മണി വരെ ഉണ്ട്. എന്ത് തെറ്റുകൾ ഉണ്ടെങ്കിലും ഈ ടൈമിനുള്ളിൽ തിരുത്തുക. റീഅറേഞ്ച്മെന്റ് വേണമെങ്കിൽ പുനഃക്രമീകരിക്കാം, അല്ലെങ്കിൽ പുതിയ ഓപ്ഷൻസ് കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയ സ്കൂളിൽ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് ഓപ്ഷൻസ് മാറ്റി കൊടുക്കാം. ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യാം. കുട്ടികൾക്ക് കിട്ടിയിട്ടില്ല. ബോണസ് പോയിന്റ് വേണ്ട എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിമൂവ്, സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. SSLC സർട്ടിഫിക്കറ്റിലുള്ള വിലാസത്തിൽ അല്ലാതെ വേറെ വിലാസത്തിൽ താമസിക്കുന്നവർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും താലൂക്കിന്റെയും ബോണസ് പോയിന്റ് ലഭിക്കുവാൻ എന്ത് സർട്ടിഫിക്കറ്റ് ആണ് ഹാജരാക്കേണ്ടതെന്നാണ്. അപ്പൊ SSLC ബുക്കിൽ നിങ്ങളുടെ താലൂക്കിന്റെ പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ പേരുണ്ടെങ്കിൽ അത് മതി, വേറെ ഒന്നിന്റെ ആവശ്യമില്ല. പക്ഷെ ബുക്ക് ഇല്ല, അതിലില്ലാത്തവർ എന്ത് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റേഷൻ കാർഡോ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ ആണ് ഹാജരാക്കേണ്ടത്. അതിൽ ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എല്ലാവരും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി ഓടിയിരുന്നു. അതിന്റെ ഒന്നും ആവശ്യമില്ല. SSLC ബുക്ക് മതി. ഇല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു കേസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. CRPF, BSF, കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ വിഭാഗങ്ങളിലെ ജീവനക്കാരുടെ ആശ്രിതർക്ക് സർവീസിലുള്ള ജവാൻ ആശ്രിതന് കിട്ടുന്ന ബോണസ് പോയിന്റ് ലഭിക്കുമോ എന്നുള്ളതാണ്. ലഭിക്കില്ല എന്നുള്ളതാണ്. CRPF, BSF, കോസ്റ്റ് ഗാർഡ് ഇങ്ങനെയുള്ളവർക്ക് എന്താണ് ഈ ബോണസ് പോയിന്റിന് അർഹതയില്ല എന്നുള്ളതാണ് ഇവരുടെ ആശ്രിതർക്ക്. അപ്പൊ ആ ഒരു കാര്യം കൺഫേം ആണ്. വീണ്ടും പറയാണ് 10-ാം തീയതി 5 മണി വരെയാണ് എഡിറ്റിംഗ് സമയം വളരെ കുറവാണ്. എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ, താലൂക്ക് തെറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത് തെറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യുക. ഉള്ള ഓപ്ഷൻസ് താല്പര്യം ഇല്ലെങ്കിൽ റീഅറേഞ്ച് ചെയ്യുക. മക്കളെ ഏറ്റവും അവസാന അവസരം. സീറ്റ് കിട്ടാത്തൊരു പ്രശ്നം വരില്ല. പക്ഷെ മക്കളെ എന്ത് ചെയ്യുക, ഒന്ന് എനർജി ചെയ്താൽ മതി. അതെ. അപ്പൊ വീണ്ടും കാണാം. ബൈ.